പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ദിനം ഈശോയുടെ ഒരു സ്പർശം നമുക്ക് അനുഭവമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് ഉൽപ്പത്തിയുടെ 1-ാം പുസ്തകത്തിലെ 26-ാമത്തെ വാക്യമാണ്. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഇനി ഇതിൻ്റെ ഒരു തുടർച്ച എന്നോണം നമ്മൾ അത് ഉൽപ്പത്തി പുസ്തകത്തിൽ 6:9 നോഹയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അവൻ നീതിമാനായിരുന്നു, തലമുറയിലെ കറയറ്റ മനുഷ്യനായിരുന്നു. അവൻ ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നു. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും മനുഷ്യനെ അനുഭവവേദ്യമാകുന്നത് അവൻ ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ നടക്കുമ്പോഴാണ്. അതിൽ നോഹ വ്യത്യസ്തനായിരുന്നു, ആ തലമുറയിലെ കറയറ്റ മനുഷ്യനായിരുന്നു എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ മാർഗത്തിൽ നിരന്തരം നടക്കാനുള്ള ഒരു അദമ്യമായ ആഗ്രഹത്തിൻ്റെ പുറകിലുണ്ടായിരുന്നു. അതിൻ്റെ പുറകിൽ ഒരുപാട് പരിഹാസങ്ങളും. എല്ലാവരും ആ പെട്ടകം നിർമ്മിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ പെട്ടകം നിർമ്മിക്കാൻ ദൈവം പറയുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴയോ വെള്ളപ്പൊക്കോ ഒരു സാധ്യതയില്ലായിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞത് ഈ കാലഘട്ടത്തിലും പ്രിയ സഹോദരങ്ങളെ, ദൈവം പറഞ്ഞത് അതേ രീതിയിൽ അനുസരിക്കുന്ന മനുഷ്യർ ലോകദൃഷ്ടിയിൽ തിരസ്കരിക്കപ്പെടും, വിലയില്ലാത്തവരായി കരുതും. അപ്പോൾ നീയെ പുറകോട്ട് വലിക്കാനുള്ള ഒരു പ്രവണത നിന്നിലുണ്ടോ എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മളെക്കുറിച്ച് സ്വർഗം വേദനിക്കും. അതുകൊണ്ട് 2 കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഒന്ന്, ദൈവവചനം നോക്കണം, സഭയുടെ പ്രബോധനങ്ങൾ നോക്കണം. ഇത് രണ്ടും. കാരണം ദൈവവചനം വ്യാഖ്യാനത്തിൽ തെറ്റുപറ്റിപ്പോയി നമ്മൾ പോകാൻ പാടില്ല. അതുകൊണ്ടാണ് സഭയാണ് ദൈവവചനത്തിൻ്റെ ആധികാരികമായ വ്യാഖ്യാനം നൽകുന്നത്. അതുകൊണ്ടല്ലേ മെജിസ്റ്റീരിയം എന്ന് പറയുന്ന അത് മെത്രാൻ കൂട്ടായ്മയാണ്, മെത്രാന്മാരുടെ സംഘാത്മകതയാണ്. അപ്പോൾ അതിൽ നമ്മൾ പ്രിയ സഹോദരൻ, അത് സഭയുടെ പ്രബോധനം വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ വഴിതെറ്റി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദൈവവചനം, സഭയുടെ പ്രബോധനം, ഇതിൽ നിന്ന് പ്രിയ സഹോദരങ്ങൾ ഒരടി മുന്നോട്ടോ പുറകോട്ടോ വശങ്ങളിലേക്കോ നമ്മൾ മാറാൻ പാടില്ല എന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ ചില മനുഷ്യരൊക്കെ അങ്ങനെ കുറ്റമൊക്കെ പറയുമായിരിക്കും, അല്ലെങ്കിൽ അത് ശരിയല്ല, അയാൾക്ക് വട്ടാണ്, ആത്മീയത തലയ്ക്ക് പിടിച്ചതാണ്, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും. അതൊന്നും നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ട. ഇത് രണ്ടും നോക്കണം. ദൈവവചനം നോക്കണം, സഭയുടെ പ്രബോധനം നോക്കണം. പിന്നെ അടിയുറച്ച് നിൽക്കണം. നമ്മെ ദൈവം റിവാർഡ് ചെയ്യുമെന്ന കാര്യത്തിൽ നോഹയെയും ഇതുപോലെ ഒരുപാട് പേര് പഴിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവൻ ദൈവത്തിൻ്റെ മാർഗത്തിൽ മാത്രം നടക്കും. ദൈവത്തിൻ്റെ മാർഗത്തിൽ നടക്കാൻ വേണ്ട ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.